ഇന്നത്തെ വീഡിയോ വളരെ പവർഫുള്ളായിട്ടുള്ള ആകർഷണ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് എന്തും വേഗത്തിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തമായിട്ടുള്ള സ്ലീപ്പ് ടെക്നിക്കാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷെ അത് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡും അപ്പോഴും ഉണർന്നിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ, പക്ഷെ ആ സമയത്ത് ഉറപ്പായും മാനിഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്ലീപ്പ് ടെക്നിക്കിൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കൂടുതൽ ആൾക്കാരും പറയുന്നല്ലോ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് കിട്ടുന്നില്ല. അതിലൊരു ഭാഗം നമ്മുടെ സ്ലീപ്പ് ടെക്നിക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു സന്ദർഭത്തിൽ നിന്നും എങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നല്ലതും മോശവും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് വളരെ വേഗം നമുക്ക് അനുകൂലമായത് മാത്രം അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയ ടൂളാണ്. ഇതിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചിട്ടുണ്ടാവും, ചില സമയങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാറില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് സ്ലീപ്പിലേക്ക് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡും എന്ത് ചെയ്യും, സ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ ഉറക്കത്തെയും സ്വപ്നത്തെയും നിയന്ത്രിക്കുന്ന ചില ദിവ്യ ശക്തികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഇവിടെ ഇല്ലെങ്കിൽ പോലും, പക്ഷേ നിങ്ങൾ മറ്റെവിടെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആ സമയത്തുള്ള തോട്ട്സ് പല സ്ഥലങ്ങളിലായിരിക്കും. ഇതൊക്കെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് അതപ്പോഴും എന്ത് ചെയ്യും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. അതിപ്പോൾ നമുക്ക് വേണ്ടതോ അല്ലെങ്കിൽ വേണ്ടാത്തതോ. അതെങ്ങനെ കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പം നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ചില റിയാലിറ്റിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ, ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡിൽ റിയാലിറ്റീസൊക്കെ സേവ്ഡ് ആണല്ലോ. അപ്പോൾ അത് കണക്റ്റ് ആകുമ്പോഴാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡും പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്റ്റിൽ റണ്ണിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ആ ഉറങ്ങുന്ന മുന്നേ കറക്റ്റായിട്ട് പ്രോഗ്രാമിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്തുകൂടാ അല്ലേ? അതായത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, നമുക്ക് അനുകൂലമായിട്ടുള്ള ജീവിതം എങ്ങനെയാണോ വേണ്ടത്, എനിക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അത് സിമ്പിളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് ചിന്തകളെ നമ്മൾ നോക്കണം, ചിന്തകളെ നിരീക്ഷിക്കണം. ഈ പ്രോസസ്സ് ആണെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കും. പതുക്കെ നമ്മൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീഴും. മനസ്സിലാക്കുക, ഒരുപാട് ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പാത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കൃത്യമായിട്ടും അവരുടെ മാനിഫെസ്റ്റേഷൻ എന്താ, അവർക്ക് എന്താണോ അട്രാക്റ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ടും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ആ പവർഫുള്ളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡിനകത്ത് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഏതായാലും ഇന്ന് നിങ്ങൾ ഉറങ്ങണ മുന്നേ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്ലീപ്പ് ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ടിങ്ങനെ നമ്മൾ കിടക്കുകയായിരിക്കും. ഉറങ്ങുകയാണ് ആക്ച്വലി, സ്വപ്നം കണ്ടുകൊണ്ടിങ്ങനെ കിടക്കുക. പെട്ടെന്നായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചോ നമ്മൾ ഉണരും. ഉണരുമ്പോൾ നമ്മുടെ ആ സമയത്തുള്ള സ്വപ്നം ബ്രേക്ക് ആവും. ആ സ്വപ്നം പൂർത്തീകരിക്കാനും പറ്റിയില്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു.
നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആ സ്വപ്നത്തിൻ്റെ ബാക്കി കാണാനും കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കും. നിങ്ങൾ മിക്ക ആൾക്കാരും ചെയ്തിട്ടുള്ളൊരു കാര്യമാകും. പതുക്കെ നമ്മൾ വീണ്ടും അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കണ്ണുകളടയ്ക്കും. എന്തൊക്കെ കണ്ടോ ചില പിക്ചേഴ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ചിന്തിച്ചു തുടങ്ങും. സ്വപ്നത്തിൽ എന്തൊക്കെയാണ് കണ്ടത് അത് പലതും നിങ്ങൾ ചിന്തിക്കുമ്പം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വണ്ണം എന്തോ ഒരു ബ്ലറർ പോലെയൊക്കെ നിങ്ങൾ പതുക്കെ അത് കാണാൻ തുടങ്ങും. വീണ്ടും പതുക്കെ നിങ്ങളങ്ങ് ആ ഉറക്കത്തിലേക്ക് അങ്ങ് വീണ് പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ എന്ത് സ്വപ്നമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ബാക്ക് ടു അതേ പൊസിഷനിലേക്ക് നിങ്ങൾ പോകും, കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക, ഇത് നിങ്ങൾ മനഃപൂർവ്വം ആ സ്വപ്നം കാണണമെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല പോയത്, അല്ലെങ്കിൽ ഇത് ബോധപൂർവ്വം അല്ല നിങ്ങൾ കണ്ടുപിടിച്ചത് ഈ സംഭവം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അല്ലേ. പക്ഷേ നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്ലീപ്പ് ടെക്നിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോധപൂർവം നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, സിനോറിയസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്ലീപ്പിലൂടെ പതുക്കെ നമ്മൾ സ്വപ്നത്തിലേക്ക് ഇറങ്ങും. സാധാരണ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് കുറേ പണം വേണം, എനിക്കൊരു കാർ വേണം, എനിക്കൊരു ബൈക്ക് വേണം, എനിക്കൊരു വീട് വേണം, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എനിക്ക് കല്യാണം കഴിക്കണം, അങ്ങനെ വെറുതെ ചെറിയ ചിന്തകൾ മാത്രം കൊടുക്കേണ്ടത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം, ഒരു കാറ് മേടിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്, നിങ്ങൾ സ്ഥിരമായ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബോണസ് എമൗണ്ട് കിട്ടുകയാണ്. ആ ബോണസ് എമൗണ്ട് കുറച്ച് ലക്ഷങ്ങൾ, 2-3 ലക്ഷം ഉണ്ടെന്ന് വെച്ചോളൂ. ആ എമൗണ്ട് വെച്ച് നിങ്ങൾ ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ആ കാറ്, ആ വാഹനം നിങ്ങൾ ഷോറൂമിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് EMI കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിങ്ങളെ കാറ് നിങ്ങളുടെ പേരിലേക്ക് മാറുന്ന രീതിയിലുള്ള സിഗ്നേച്ചറൊക്കെ നിങ്ങൾ കൊടുക്കുന്നത്, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സ്ക്രിപ്റ്റ് കാണണം. അതാദ്യം പേപ്പറിൽ എഴുതണം. എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യണം, ദൃശ്യവൽക്കരിക്കണം. അതായത് ഓരോ സെൻറ്റൻസും നിങ്ങൾക്ക് വായിക്കുമ്പോൾ ആ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് HD ക്ലാരിറ്റിയോട് കൂടി തന്നെ പിക്ചേഴ്സ് നിങ്ങളുടെ ചിന്തകൾ വരണം. ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഷോറൂമിൽ പോകുന്നതും, നിങ്ങളുടെ കാറിനെ കാണുന്നതും, പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതും, ആ പേപ്പറിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടുന്നതും, കേക്ക് വിതരണം ചെയ്യുന്നതും അല്ലെങ്കിൽ ലഡു വിതരണം ചെയ്യുന്നതും, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദൃശ്യവൽക്കരിക്കണം. ഒരു തവണയല്ല നിങ്ങൾ നോക്കേണ്ടത്, 3-4 തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ദൃശ്യവൽക്കരണം കൊടുക്കണം. തുടക്കത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ദൃശ്യവൽക്കരണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ കയറുക, എങ്ങനെയാണ് ഒരു കാറ് നിങ്ങൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് ഓട്ടിക്കുന്നത്, ആ തരത്തിലുള്ള വിഷ്വൽസ് യൂട്യൂബിൽ കിട്ടും. അത് നിങ്ങൾ നന്നായിട്ട് കാണുക, കണ്ണടയ്ക്കുക, എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക, വീണ്ടും ആ വീഡിയോ നോക്കുക, കണ്ണടയ്ക്കുക, വീണ്ടും ചിന്തിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ആയിട്ടുള്ള പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് പേപ്പർ മാറ്റി വയ്ക്കുക, നിങ്ങൾ കിടക്കുക, 2-3 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, കൈകൾ ആ ബെഡിൻ്റെ മുകളിൽ മലർത്തി വെക്കുക. അപ്പം കൈ പാദം ഉണ്ടല്ലോ, ആ കൈപ്പത്തി, ഈ കൈപ്പത്തി ഉണ്ടല്ലോ, ആ കൈപ്പത്തിയിലൂടെയാണ് കറക്റ്റായിട്ട് യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി ഇന്നാണ് ഔട്ടാവുന്നത്. പതുക്കെ കണ്ണുകളടച്ച് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നേരത്തെ ആ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നത് പതുക്കെ ദൃശ്യവൽക്കരണം സ്റ്റാർട്ട് ചെയ്യണം. പതുക്കെ എൻ്റർ ആവണം അതിൻ്റെ അകത്തേക്ക്. എങ്ങനെയാണ്, നിങ്ങൾ കാറിൻ്റെ ആ പേപ്പർ സൈൻ ചെയ്യുന്നതും, അവർ താക്കോല് തരുന്നതും, ആ താക്കോല് നിങ്ങൾ കാറ് ഡോറ് തുറന്ന് അകത്ത് കയറി വണ്ടി സ്റ്റാർട്ടാക്കുന്നതും, വാഹനം ഓട്ടിക്കുന്നതും, സന്തോഷം പങ്കുവയ്ക്കുന്നതും. അപ്പോഴേക്കും നിങ്ങൾ പതുക്കെ ആ ഉറക്കത്തിലേക്ക് അങ്ങ് ആഴ്ന്ന് വീഴും. ശേഷം ഇത് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നത് അന്നവരെ ചെയ്യും. ഇപ്പം ഇത് ചെയ്യുന്നതിൽ വേറെ നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു, ജസ്റ്റ് ഡു ഇറ്റ്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി. ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, എത്രമാത്രം ബിലീഫോടുകൂടി നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു എന്ന് കണ്ട് നിങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്നോ, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെടും. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻ്റായി രേഖപ്പെടുത്താം. അല്ല, നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം അട്രാക്ട് ചെയ്യാനായിട്ട് ജ്യോതിഷീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം ഉണ്ടാവട്ടെ.
താങ്ക് യു.